Hello everyone, it's me Mukhtar from Skill Learn English Academy. Welcome back to my English learning series എപ്പിസോഡ് 3. ഇന്ന് നമ്മൾ എപ്പിസോഡ് 3യിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ആണ് ടിപ്പായ ആമായിരുന്നു പറഞ്ഞത് അല്ലേ? അഥവാ നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് രസകരമായി സിമ്പിളായി ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം, അതും ആം എന്നുള്ള ടിപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്. അത് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയണം. നമ്മുടെ ഫ്രണ്ട് ആരാണ്, എവിടെ നിന്നാണ്, അതല്ലെങ്കിൽ നമ്മുടെ മദർ, അവരെ കുറിച്ച് പറയണം. അവരാരാണ്, അവരെന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഫാദർ എന്ത് ചെയ്യാണ്, സിസ്റ്റർ എന്ത് ചെയ്യാണ്, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്ക് ഈസ് എന്നുള്ള ടിപ്പ് ഉപയോഗിക്കാം. ഈസ് എന്നുള്ള ടിപ്പ് ഉപയോഗിക്കാം. ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ്. മൈ ഫാദർ ഈസ്, എൻ്റെ ഫാദർ ആണ്. ഹീ ഈസ്, അവൻ ആണ്. ഷീ ഈസ്, അവളാണ്. മൈ ഫ്രണ്ട് ഈസ്, എൻ്റെ ഫ്രണ്ട് ആണ്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഈസാണ് ഉപയോഗിക്കാം, ആണ് എന്ന അർത്ഥത്തിൽ. ഓക്കെ, ആദ്യം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണേ. രാജു ആണ് എൻ്റെ ഫ്രണ്ട്. രാജു ആണ് എൻ്റെ ഫ്രണ്ട്. എങ്ങനെ പറയാം? രാജു ഈസ്, രാജു ആണ്. രാജു ഈസ് എന്നാ രാജു ആണ്. ഇനി മൈ ഫ്രണ്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. രാജു ഈസ് മൈ ഫ്രണ്ട്. രാജു ഈസ് മൈ ഫ്രണ്ട്. അവനൊരു പാട്ടുകാരനാണ്. അവൻ എന്നുള്ളതിന് എന്താ പറയാം? ഹി അല്ലേ? ഹീ ഈസ്, അവനാണ്. നീ എന്താണോ അത് ചേർത്ത് കൊടുത്താൽ മതി. ഹീ ഈസ് എ സിംഗർ. അവൻ കാലിക്കറ്റിൽ നിന്നുമാണ്. എങ്ങനെ പറയാം? ഹീ ഈസ്, അവനാണ്. ഹീസ് ഫ്രം കാലിക്കറ്റ്. അവൻ കാലിക്കറ്റിൽ നിന്നുമാണ്. അവന് 30 വയസ്സാണ്. എങ്ങനെ പറയാം? ഹീ ഈസ് 30 years old. അവന് 10 വയസ്സാണ്. എങ്ങനെ പറയും? ഹീ ഈസ് 10 years old. അവൻ നല്ല പാട്ടുകാരനാണ്. അവനൊരു നല്ല പാട്ടുകാരനാണെന്ന് പറയണം. എങ്ങനെ പറയാം? ഹീ ഈസ് എ ഗുഡ് സിംഗർ. നല്ല പാട്ടുകാരൻ എന്നുള്ളതിന് ഗുഡ് സിംഗർ. അപ്പൊ ഈസിന് ശേഷം എന്താണോ അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എൻ്റെ ഫാദറിനെ കുറിച്ച് പറയണം. എൻ്റെ ഫാദർ ഒരു ഡ്രൈവറാണ്. ഇങ്ങനെ പറയാം? മൈ ഫാദർ ഈസ് എ ഡ്രൈവർ. മൈ ഫാദർ ഈസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദർ ആണ്. എന്താണോ അത് ചേർത്ത് കൊടുത്താൽ മൈ ഫാദർ ഈസ് എ ഡ്രൈവർ. അദ്ദേഹം വീട്ടിലാണ്. അല്ലെങ്കിൽ അവനിപ്പോൾ വീട്ടിലാണ്. എങ്ങനെ പറയാം? ഹീ ഈസ് അറ്റ് ഹോം. ഫാദർ ന്യൂസ് പേപ്പർ വായിക്കുകയാണ്. ഇങ്ങനെ പറയാം? ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഹീ എന്ന് പറഞ്ഞാൽ അവൻ. ഹീ ഈസ് എ റീഡിങ് ന്യൂസ് പേപ്പർ. ഇങ്ങനെ പറയാം. ഇനി എൻ്റെ മദറിനെ കുറിച്ച് പറയണം. എൻ്റെ മദർ കിച്ചണിലാണ്. എൻ്റെ അമ്മ കിച്ചണിലാണ്. ഇങ്ങനെ പറയാം? മൈ മദർ ഈസ്, എൻ്റെ അമ്മയാണ്. എവിടെയാണോ ചേർത്ത് കൊടുക്കാം? ഇൻ ദി കിച്ചൺ. മൈ മദർ ഈസ് ഇൻ ദി കിച്ചൺ. അവർ ഫുഡ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ പറയാം? ഷീ ഈസ് മേക്കിംഗ് ഫുഡ് അല്ലെങ്കിൽ കുക്കിംഗ് ഫുഡ്. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. അവർ വെജിറ്റബിൾ കട്ട് ചെയ്യാണ്. അവൾ വെജിറ്റബിൾ കട്ട് ചെയ്യാണ്. എങ്ങനെ പറയാം? ഷീ ഈസ് കട്ടിംഗ് വെജിറ്റബിൾസ്. ഓക്കെ, ഇനി എൻ്റെ സിസ്റ്ററിനെ കുറിച്ച് പറയാം. എൻ്റെ സിസ്റ്റർ പഠിക്കുകയാണ്. ഇങ്ങനെ പറയാം? മൈ സിസ്റ്റർ. എൻ്റെ സിസ്റ്റർ എന്നുള്ള മൈ സിസ്റ്റർ. പിന്നെ എന്താണ് ടിപ്പ് കൊടുക്കാം? ടിപ്പ് ഏതാണ്? ഈസ് ആണ്. മൈ സിസ്റ്റർ ഈസ്. എന്താണ് ചേർത്ത് കൊടുത്താൽ മതി? മൈ സിസ്റ്റർ ഈസ് സ്റ്റഡിങ്. അവൾ 10th ക്ലാസ്സിലാണ്. എങ്ങനെ പറയും? ഷീ ഈസ് ഇൻ 10th സ്റ്റാൻഡേർഡ്. ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയെ കുറിച്ച് പറയാൻ, നമ്മുടെ സിസ്റ്ററെ കുറിച്ച് പറയാൻ ഒക്കെ നമുക്ക് ഈസ് എന്നുള്ള ടിപ്പ് മതി കേട്ടോ. അപ്പൊ സിമ്പിളാണ്. മൈ മദർ ഈസ്, മൈ ഫാദർ ഈസ്, ഹീ ഈസ്, മൈ ഫ്രണ്ട് ഈസ്, ഷീ ഈസ്, രാജു ഈസ്. ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ആണ് എന്ന അർത്ഥത്തിൽ ഈസ് ഉപയോഗിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒരു 5 സെൻറ്റൻസുകൾ താഴെ കമൻറ്റ് ചെയ്യണേ.